നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ADM നവീൻ ബാബുവിന്റെ മരണത്തെ തുടർന്ന് പത്തനംതിട്ടയിലെയും കണ്ണൂരിലെയും നേതാക്കൾ നടത്തിയ പ്രതികരണങ്ങൾ ആശയക്കുഴപ്പമുണ്ടാക്കിയെന്ന വിമർശനം ഉയരുകയാണിപ്പോൾ. CPM ജില്ലാ സമ്മേളനത്തിലെ പ്രതിനിധി ചർച്ചയിലാണ് വിമർശനം ഉയർന്നിരിക്കുന്നത്. പത്തനംതിട്ടയിലെ നേതാക്കൾ നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണ് പാർട്ടിയെന്ന് ആവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ കണ്ണൂർ നേതാക്കൾ പ്രതിസ്ഥാനത്തുള്ള PP ദിവ്യയെ സംരക്ഷിക്കുന്ന തരത്തിൽ പ്രതികരിച്ചു. ഇത് പാർട്ടി അണികളിലും ജനങ്ങളിലും ആശയക്കുഴപ്പമുണ്ടാക്കി. ചില നേതാക്കൾ വിവാദ പ്രസ്താവനകളുമായി രംഗത്ത് വന്നത് എരുതിയിൽ എണ്ണയൊഴിക്കുന്നത് പോലെയായി. നവീൻ ബാബു വിഷയത്തിൽ പത്തനംതിട്ട, കണ്ണൂർ നേതൃത്വങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകാൻ സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞില്ലെന്നും പ്രതിനിധികൾ പറഞ്ഞു. ചർച്ച ഇന്നും തുടരും. ADM നവീൻ ബാബുവിന്റെ മരണത്തിലെ തെളിവുകൾ സംരക്ഷിക്കണമെന്ന കുടുംബത്തിന്റെ ഹർജി കണ്ണൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കഴിഞ്ഞ ദിവസം തീർപ്പാക്കിയിരുന്നു. നവീൻ ബാബുവിന്റെ കുടുംബം പറഞ്ഞതെല്ലാം നിലവിൽ ചെയ്യുന്നുണ്ടെന്ന് കോടതിയിൽ അന്വേഷണ സംഘം സമർപ്പിച്ച റിപ്പോർട്ട് പരിഗണിച്ചാണ് കണ്ണൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ നടപടി. കേസുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിച്ചു വരികയാണെന്ന പോലീസ് റിപ്പോർട്ട് നൽകിയത് പരിഗണിച്ചാണ് നവീൻ ബാബുവിന്റെ ഭാര്യ സമർപ്പിച്ച ഹർജി കോടതി തീർപ്പാക്കിയത്. നവീൻ ബാബുവിന്റെ ഫോൺ രേഖകൾ ഉൾപ്പെടെ സംരക്ഷിക്കണമെന്നും മറ്റ് ഏജൻസികൾ കേസന്വേഷണം നടത്തുകയാണെങ്കിൽ അതും ആവശ്യമായി വരുമെന്നായിരുന്നു കുടുംബത്തിന്റെ വാദം. ഇത് പരിഗണിച്ചുകൊണ്ടാണ് ഡിജിറ്റൽ തെളിവുകളൊന്നും നഷ്ടമാവാതെ ശേഖരിക്കാൻ കോടതി ഉത്തരവിട്ടത്. നവീൻ ബാബു മുനീശ്വരൻ കോവിലിൽ ഔദ്യോഗിക വാഹനത്തിൽ ഇറങ്ങിയതും ഫോൺ ശബ്ദ സന്ദേശങ്ങളും കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ K. വിജയൻ, കേസിലെ പ്രതി മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ എന്നിവരുടെ ഫോൺ വിശദാംശങ്ങളും സംരക്ഷിക്കണമെന്നായിരുന്നു ഭാര്യ മഞ്ജുഷ അഭിഭാഷകൻ മുഖേന നൽകിയ ഹർജിയിൽ ആവശ്യപ്പെട്ടത്. നേരത്തെ പ്രത്യേക അന്വേഷണ സംഘം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണം നടത്തുന്നത് ശരിയായ ദിശയിലല്ലെന്ന് കുടുംബ ഹൈക്കോടതിയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് PP ദിവ്യ കേസ് അട്ടിമറിക്കുന്നതിനായി പരിശ്രമിക്കാൻ സാധ്യതയുണ്ടെന്നായിരുന്നു കുടുംബം സമർപ്പിച്ച ഹർജിയിൽ പറഞ്ഞിരുന്നത്. കഴിഞ്ഞ ദിവസം കൈക്കൂലി ആരോപണം ഉന്നയിച്ച് കണ്ണൂർ ADM നവീൻ ബാബുവിനെതിരെ പെട്രോൾ പമ്പ് വ്യവസായ സംരംഭകൻ TV പ്രശാന്തൻ പരാതി നൽകിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് രേഖാമൂലം അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ പൊതുജന പരാതി പരിഹാര സെല്ലിൽ TV പ്രശാന്തന്റെ പരാതി കിട്ടിയിട്ടില്ലെന്നാണ് വിശദീകരണം. വിവരാവകാശ അപേക്ഷയ്ക്ക് നൽകിയ മറുപടിയിലൂടെയാണ് ഓഫീസിന്റെ വിശദീകരണം. ഇരിക്കൂർ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി TNA ഖാദർ നൽകിയ അപേക്ഷയ്ക്കാണ് മറുപടി നൽകിയിരിക്കുന്നത്. മുൻപ് നൽകിയ അപേക്ഷയിൽ കൃത്യമായ കാലയളവ് രേഖപ്പെടുത്തിയിട്ടില്ലാത്തത് കാരണം പറഞ്ഞ് നിരസിച്ചിരുന്നു. പ്രശാന്തിന്റേത് വ്യാജ പരാതിയാണെന്ന ആരോപണം തുടക്കത്തിലെ ചില മാധ്യമങ്ങൾ ഉയർത്തിയിരുന്നു. ADMനെതിരെ പ്രശാന്ത് നൽകിയതെന്ന പേരിൽ പ്രചരിച്ച പരാതി വ്യാജമെന്ന് തെളിയിക്കുന്ന സുപ്രധാന രേഖ മാധ്യമങ്ങൾ പുറത്തുവിട്ടതിന് പിന്നാലെ മന്ത്രി K. രാജൻ ഉൾപ്പെടെ പ്രതികരിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിനായി രൂപീകരിച്ച വെബ്സൈറ്റ് മുഖേനയല്ലാതെ 2 കടലാസുകൾ മാത്രമാണ് TV പ്രശാന്തൻ മാധ്യമങ്ങൾക്ക് നൽകിയിരുന്നത്.